വഴിപാടുകളുടെ ഫലം എപ്പോൾ കിട്ടും? ആ ചോദ്യത്തിൽ തന്നെ ഒരു ചെറിയ അനൗചിത്യമില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മളൊരു സർക്കാർ ഓഫീസിൽ ചെന്ന് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ഫീസ് അടച്ച്, സാറേ ഇതെപ്പോൾ കിട്ടും എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ വിഷയത്തിൽ ഒരു അഭിപ്രായമാണ് പറയുന്നത്, ഉത്തരമല്ല. നമ്മൾ ആരാധനകളുടെ ഒരു വ്യത്യസ്ത രൂപമാണ് വഴിപാടുകൾ. വഴിപാട് എന്നുള്ള ഒരു പേര് കേരളത്തിൽ മാത്രം ഉള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രത്യേക പേരാണ് വഴിപാട്. നമ്മൾ നമ്മുടെ ആരാധനാലയം ആകുന്ന ക്ഷേത്രത്തിൽ നടത്തുന്ന ആരാധനാ കർമ്മങ്ങളുടെ ഒരു പ്രത്യേക രൂപം, നമ്മളെ കൊണ്ടാകുന്നത് അവിടുത്തെ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. അതാണ്. ഇപ്പം ഒരു പായസം കഴിപ്പിക്കുന്നു, അത് ദേവതയ്ക്ക് നിവേദ്യമായിട്ട് അർപ്പിക്കുന്നതാണ്. ഒരു മാല ചാർത്തുന്നു, ആ ദേവതയ്ക്ക് അലങ്കാരമായിട്ട് ചെയ്യുന്നതാണ്. ഒരു പട്ടുടയാട ചാർത്തുന്നു, അതും ദേവതയ്ക്ക് വസ്ത്രവിഭൂഷണം, വസ്ത്രാലങ്കാരമാണ് ഉടയാടകൾ. ബാഹ്യ അലങ്കാരമാണ് ചന്ദനം ചാർത്തൽ, വ്യത്യസ്തങ്ങളായ മാലകൾ, ഇതൊക്കെ. പിന്നെ അഭിഷേകം എന്ന് പറയുന്നത് ദേവതയ്ക്ക് നിത്യാനുഷ്ഠാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കരിക്ക് അഭിഷേകം, ശാസ്താവിനാണെങ്കിൽ നെയ്യ് അഭിഷേകം, എള്ളെണ്ണ അഭിഷേകം, ഇങ്ങനെ പലതും. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ആരാധനകളുടെ ഭാഗമാണ് ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം. ഇതെല്ലാം ആ ഭഗവാന് നമ്മൾ ചെയ്യുന്ന ആത്മസമർപ്പണമാണ്. അപ്പോൾ അവിടെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാകരുത് ചെയ്യുന്നത്. ഒരു വഴിപാട് നടത്തുമ്പോൾ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാകാൻ പാടില്ല. പിന്നെ എന്താ വേണ്ടത്? നമ്മളാൽ കഴിവുള്ള ഒരു ആരാധന അഥവാ പൂജാകർമ്മം നമ്മൾ ദർശനം നടത്തുന്ന ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് മുമ്പിൽ സമർപ്പണം ചെയ്യുക. അത് നമ്മളെ തന്നെ ആത്മസമർപ്പണം ചെയ്യുന്നതിന് തുല്യമാണ് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നടത്തുന്ന, ഭക്തിപൂർവം നടത്തുന്ന വഴിപാടുകൾ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആവലാതി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കുട്ടികളുടെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ മകളുടെ വിവാഹക്കാര്യം, അങ്ങനെയുള്ളത് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ പറയാം, മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യാതൊരു ഉപാധികളുമില്ലാതെ വളരെ വിനയപൂർവം, ഭയഭക്തി ബഹുമാനപൂർവം, അങ്ങേയറ്റത്തെ ശ്രദ്ധാഭക്തി പൂർവം നമ്മളുടെ ആരാധന ആ ഭഗവാന് സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങളോ ആവലാതികളോ ഒക്കെ ആ ഭഗവാന്റെ മുമ്പിൽ വച്ചാൽ അത് നടപ്പിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്രത്തോളം ലയം പ്രാപിച്ച് ഇത് ചെയ്യുന്നു, നമ്മൾ ഭഗവാനിൽ സമർപ്പണം ചെയ്യുന്ന ആരാധനകളും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും എത്രത്തോളം ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഭക്തിയോടെയും ലയം പ്രാപിച്ച് ചെയ്യുന്നു, അത്രയും വേഗം അതിന് ഫലമുണ്ടാകും.